കാസർഗോഡ് തെക്കേക്കാട് പടന്നക്കടപ്പുറം തൂക്കുപാലത്തിന്റെ അവശിഷ്ടങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. 10 വർഷം മുൻപ് പദ്ധതി ഉപേക്ഷിച്ചതോടെയാണ് പാലത്തിനായി നിർമ്മിച്ച ഭാഗങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പാലത്തിന്റെ ഭാഗങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 10 വർഷം മുൻപാണ് തെക്കേക്കാട് പടന്നക്കടപ്പുറം തൂക്കുപാലം നിർമ്മാണം ആരംഭിച്ചത്. പാലത്തിന് നിർമ്മാണം നടക്കുന്നതിനിടയിൽ സമീപത്തെ മാടക്കാൽ തൂക്കുപാലം ഉദ്ഘാടനം കഴിഞ്ഞ് 58 ദിവസത്തിനുള്ളിൽ തകർന്നു വീണു. ഇതോടെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി തെക്കേക്കാട് പടന്നക്കടപ്പുറം തൂക്കുപാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചു. പിന്നീട് സുരക്ഷാ പരിശോധന നടക്കുകയോ നിർമ്മാണം പുനരാരംഭിക്കുകയോ ചെയ്തില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത്രയും പെട്ടെന്ന് ഒരു റോഡ് പാലം പ്രാവർത്തികമാക്കിയാൽ നമുക്ക് വലിയറുമ്പ് പഞ്ചായത്തും പടന്ന പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു കാര്യമാകും. പക്ഷേ ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. റോഡ് പാലം വരുമ്പോൾ അത് കണക്ക് തന്നെ ഇവിടെ ഒരു മടപ്പുരയുണ്ട്. ഈ മടപ്പുരയും ഇതെല്ലാം ഏത് രീതിയിലാകുമെന്ന്, എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് ഒന്ന് സർക്കാരും അതുപോലെ തന്നെ പ്രാദേശിക ജനങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചതോടെ പാലത്തിനായി എത്തിച്ച നിർമ്മാണ സാമഗ്രികൾ നശിച്ചു തുടങ്ങി. തൂക്കുപാലത്തിന് ബദലായി റോഡ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പിലായില്ല. ഉപേക്ഷിച്ച പദ്ധതിക്ക് പകരം വലിയ പറമ്പ പടന്ന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമെങ്കിലും നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.